ഇന്നൊരു 9 മണിക്ക് ശേഷം നമ്മുടെ കിച്ചൺ കാര്യമായൊരു പണിമുടക്കിലാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ 1-2 സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ 9 മണിക്ക് തന്നെ എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പണികളും എന്ന് പറയും പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൊന്നൂസിന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്കൂളിലേക്ക് അതന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സുന്ദരന്മാരായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിനെ നമ്മൾ നേരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് നേരെ ജയുവിനെ നമ്മൾ വീട്ടിലാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ജയുവിന്റെ കണ്ണിൽ ചെറുതായിട്ട് ഒരു റെഡ് ഐ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഡോക്ടറെ കാണിച്ചിട്ടും വല്ലാണ്ട് കുറവൊന്നുമില്ല. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട് പണി നടത്തിക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിത് വീട് പണി നടത്തിക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവിടെ കുറച്ച് പണിക്കാരുള്ളതുകൊണ്ട് ഇക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതുകൊണ്ട് ഇക്ക അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ അപ്സ്റ്റെയറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ അടിപൊളിയുള്ള പുഴയുടെ വ്യൂവും ഇപ്പുറത്തെ ഈ മലയുടെ വ്യൂ ഒക്കെ കാണും കേട്ടോ. അങ്ങനെ പുഴയും മലയൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ വല്ലാതെ അങ്ങോട്ട് ബോറടിച്ചപ്പോ ഞാൻ ഈ തൊട്ടാവാടി ഞങ്ങൾ കുറേ സമയം ഇരുന്നിട്ട് തൊട്ടിച്ച് വാടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അധികം സമയം അവിടെ നിന്ന് അവസാനം ഒരു ഉച്ചരയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പൊറോട്ട എഗ് കറിയുടെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും അവിടുത്തെ വെള്ളം കുടിക്കില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതെന്താണെന്നറിയില്ല. ഫുഡൊക്കെ കഴിക്കും, പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഇതേ അപ്പുറത്തൊരു കട കണ്ടു. അപ്പൊ ഞാൻ നേരെ പോയി ഒരു സാധനപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതേ ഒരു അയച്ച അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര മിഠായി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പൊ ഇതേ ഒരു അയച്ച ആകെക്കൂടെ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ആ ബോട്ടിലൂടെ തന്നെ പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.